ഡയറ്റൊക്കെ ഒന്ന് തുടങ്ങി വന്ന സമയമായിരുന്നു. ഒരൊറ്റ പീസ് കേക്ക് എടുത്ത് കഴിച്ചു. അതോടെ ഉള്ളിൻ്റെ ഉള്ളിൽ പതുക്കെ ആ ചിന്ത വന്ന് കയറി. ഓ, ഇന്നത്തെ കാര്യം ഒരു തീരുമാനമായല്ലോ, ഇനിയിപ്പോൾ നാളെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആ ഒരൊറ്റ പീസ് കേക്ക് കാരണം ആ ഒരു ഫുൾ ഡേ പ്ലാനൊക്കെ ആകെ പൊളിഞ്ഞു പാളിസായി. കേട്ടിട്ട് നല്ല പരിചയമുണ്ടല്ലേ? ഇങ്ങ് വന്നേ. ഇത് നിങ്ങളുടെ ആരുടെയും വീക്ക്നെസ് ഒന്നുമല്ല, ഒരു സെൽഫ് കൺട്രോൾ ഇല്ലായ്മയോ അല്ല. ഒരുപാട് പേർ ഫേസ് ചെയ്യുന്ന ഒരു മെന്റൽ പാറ്റേൺ ആണ്. ഇതിനൊരു ഫ്രീക്ക് പേരൊക്കെയുണ്ട്, ഓൾ ഓർ നത്തിങ് തിങ്കിങ്. ഇന്നത്തോടെ നമുക്കിത് ശരിയാക്കാം. അതിനു മുന്നേ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിന്റെ ഒരു ടയർ പഞ്ചറായാൽ എന്താ ചെയ്യാ? ബാക്കി 3 ടയറും പഞ്ചറാക്കുമോ? ഇല്ലല്ലോ. പഞ്ചറായ ആ ഒരു ടയർ ഫിക്സ് ചെയ്ത് യാത്ര തുടരും അല്ലേ? തെറ്റിപ്പോകുന്ന ആ ഒരൊറ്റ മീലും എക്സാക്ട്ലി അങ്ങനെ തന്നെയാണെന്നേ. ആ പീസ് കേക്ക് കഴിച്ചതോടെ ഒക്കെ കുളമായി എന്ന ആ ഒരു തോട്ടാണ് ശരിക്കുള്ള പ്രോബ്ലം, അല്ലാതെ കേക്കിന്റെ കലോറി ഒന്നുമല്ല. ഒരൊറ്റ ഞായറാഴ്ച കല്യാണത്തിന് പോയി സദ്യ കഴിച്ചതുകൊണ്ട് പ്രോഗ്രസ് ഒന്നും എവിടെയും പോയില്ല. ഒരൊറ്റ ബർത്ത്ഡേ പാർട്ടിയിൽ സ്വീറ്റ്സ് കഴിച്ചതുകൊണ്ട് ഫിറ്റ്നസ് ജേണി കൊളാവുകയും ഇല്ല. മറിച്ച് നമ്മളിങ്ങനെ ഗിൽറ്റ് അടിച്ച് ഫീൽ ചെയ്ത് ബാക്കി ദിവസം മുഴുവനും കൊളാപ്സ് ആയാലോ? അവിടെയാണ് പ്രശ്നം മുഴുവനും കിടക്കുന്നത്. ആ പോയിന്റിൽ നിന്നാണ് നമ്മുടെ പ്രോഗ്രസ് മിസ്സാവുന്നത്. ഇത് സംഭവിക്കുന്നതിൻ്റെ കിടപ്പുവശം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് പറ്റിപ്പോകുന്ന ഒരൊറ്റ കുഞ്ഞു സ്ലിപ്പ്, അതിൻ്റെ പിന്നാലെ എല്ലാം കൊളായി എന്നൊരു ചിന്ത, ഇനി നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു സൊല്യൂഷൻ. നാളെയോ? അപ്പോഴും ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരൊറ്റ ഗിൽറ്റ്. ആ ഗിൽറ്റിൽ പിന്നെയും കയ്യിൽ നിന്ന് പോകും. ഇതൊരു ലൂപ്പാണ്. സ്ലിപ്പായി പോകുന്ന ആ ഒരൊറ്റ മീൽ ഈ ലൂപ്പിന്റെ കാരണമേ അല്ല. എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ള ആ ചിന്തയാണ് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാറിന്റെ ഒരു ടയർ പഞ്ചറായാൽ അതങ്ങ് ഫിക്സ് ചെയ്ത് യാത്ര തുടരണം. അത്ര തന്നെ. കണ്ടോ, ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയി വരുന്നത് കണ്ടോ? പിന്നെ ഒരു രഹസ്യം കൂടി പറയട്ടെ. ഈ വർക്കൗട്ടും ഡയറ്റും ഒക്കെ കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നവരൊക്കെ എന്നും പെർഫെക്റ്റ് ആകുന്നവരാണ് എന്നാണോ വിചാരിച്ചിട്ടുള്ളത്? അല്ല, അല്ല. സ്ലിപ്പൊക്കെ ഇടയ്ക്ക് സംഭവിക്കും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അതൊക്കെ അംഗീകരിച്ച് തിരിച്ച് ബാക്ക് ഓൺ ട്രാക്ക് ആകുകയും ചെയ്യും. കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ കറക്ഷനാണ്, പക്ഷേ ഈ ഒരു ചെറിയ ചേഞ്ച് മാത്രം വരുത്തി നോക്കൂ. ഇന്ന് വരെ ജീവിച്ച ജീവിതമായിരിക്കില്ല ഇനി അങ്ങോട്ട്. ഒറ്റയ്ക്കല്ല, ഫുൾ സപ്പോർട്ടുമായി ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി എന്തെങ്കിലും വീണു പോകുന്നു എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ കാണാനായി വീഡിയോ സേവ് ചെയ്തോളൂ. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടെ കയ്യിൽ നിന്ന് പോയി സഫർ ചെയ്യുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും മറക്കേണ്ട. ഓക്കെ?